എസെക്കിയേൽ പ്രവചനം 34:16. കർത്താവ് അരുളി ചെയ്യുന്നു, നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ വെച്ചുകിട്ടും, ബലഹീനമായതിനെ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം. ഈശോ പറയുന്നു, കേട്ടിരിക്കെ തന്നെ തിരുവെഴുത്തുകൾ പൂർത്തിയാകുന്നു. വിശ്വാസത്തോടുകൂടി ഒരു വചനം കേട്ട് ഏറ്റുപറയുമ്പോൾ ആ നിമിഷം അത് പൂർത്തിയാകും. ഈ വചനം ലോകം മുഴുവൻ പൂർത്തിയാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എസെക്കിയേൽ 34:16. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി വിശ്വാസത്തോടു കൂടി നമുക്ക് ഏറ്റുപറയാം. കർത്താവ് അരുളി ചെയ്യുന്നു, നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ വെച്ചുകെട്ടും, ബലഹീനമായതിനെ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും സംരക്ഷിക്കും. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെക്കാം. സഭ യുദ്ധഭൂമിയിലെ ആതുരാലയമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ, സഭ യുദ്ധഭൂമിയിലെ ആതുരാലയമാണ്. ഓരോ തലത്തിലും മുറിവേറ്റ് വീഴുന്ന മനുഷ്യരുടെ എണ്ണം കൂടുന്നു. അവിടെ എങ്ങനെ വീണാലും എന്തുകൊണ്ട് വീണു എന്ന് ചോദിക്കാത്തൊരു ദൈവം നമുക്കുണ്ട്. പ്രത്യാശയുടെ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ പ്രത്യാശയുടെ സുവിശേഷം നമുക്കും പങ്കുവെക്കാം. കരുതുന്നവൻ ഞാനല്ലയോ? കരുതുന്നവൻ ഞാനല്ലയോ? കലങ്ങുന്നതെന്തിനു നീ? ഒരേ താളത്തിൽ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും പാടിക്കേ. കരുതുന്നവൻ ഞാനല്ലയോ? കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും എന്നെ മറക്കും. ആരോഗ്യം, സൗന്ദര്യം, അറിവ്, പേര്, പ്രശസ്തി ഒക്കെയുള്ള കാലത്ത് ചേർത്ത് പിടിക്കാൻ ഒരുപാട് പേര് കാണും. പക്ഷേ എല്ലാം നഷ്ടപ്പെടുമ്പോൾ ലോകം കൈവെടിയും, ദൈവം കൈവെടിയില്ല. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ ചേർത്ത് പിടിക്കുന്നു. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. എല്ലാവരും ചേർന്ന് പാടാം. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. കരങ്ങൾ ഉയർത്തി അടിക്കാം. കരുതുന്നവൻ ഞാനല്ലയോ? ആമേൻ. കലങ്ങുന്നതെന്തിനു നീ? ഈശോ ചോദിക്കുന്നു, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരങ്ങൾ താഴ്ത്തിയടിച്ച്. നിന്റെ കണ്ണുനീർ ഞാൻ കാണുന്നു, നിന്റെ നെടുവീർപ്പുകൾ പ്രാർത്ഥനയായി മാറുന്നു. നിന്റെ താഴ്ന്നിരിക്കുന്ന ശിരസ് ഞാൻ ഉയർത്തുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അബ്രഹാമിന്റെ ദൈവമല്ലയോ? അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? പാടിക്കേ. അബ്രഹാമിന്റെ ദൈവമല്ലയോ? അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ? കരങ്ങൾ ഉയർത്തി അടിച്ച്. കരുതുന്നവൻ സന്തോഷത്തോടെ, പ്രത്യാശയോടെ, കലങ്ങുന്നതെന്തിനു നീ? ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ കണ്ണുനീരിൻ്റെ
താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരങ്ങൾ താഴ്ത്തിയടിച്ച് ചേർത്ത് പിടിക്കേണ്ടവരെയൊക്കെ ഇപ്പോൾ ഓർക്കാം. കൈവിട്ടു പോകുന്നവർ, നഷ്ടപ്പെടുന്നവർ, മുറിവേറ്റവർ, ഒറ്റപ്പെട്ടു പോകുന്നവർ, പക്ഷേ അവരെ ചേർത്ത് പിടിക്കാൻ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. കരങ്ങൾ ഉയർത്തിയടിക്കാം പ്രത്യാശയോടെ. ഞാനല്ലയോ എല്ലാവരും പാടുകയും കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്നവൻ രണ്ട് കരങ്ങൾ കർത്താവേ, എന്റെ നെടുവീർപ്പുകൾ, എന്റെ അലച്ചിലുകൾ, എന്റെ കഷ്ടപ്പാടുകൾ, എന്റെ സഹനങ്ങൾ എല്ലാം ഞാൻ വിട്ടുതരുന്നു. ദൈവം അറിയാതെ ഒന്നും എന്നിൽ സംഭവിക്കുന്നില്ല എന്ന വലിയ വിശ്വാസത്തിലേക്ക് എന്നെ ഉയർത്തണമേ. കർത്താവേ, വചനം കേൾക്കുമ്പോൾ ഞാൻ സന്തോഷിക്കാറുണ്ട്, സമാധാനം അനുഭവിക്കാറുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, ദൈവമേ സ്തുതി. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കുന്ന, വഴിതെറ്റിപ്പോയതിനെ തിരികെ കൊണ്ടുവരുന്ന, മുറിവേറ്റതിനെ വെച്ചുകെട്ടി സൗഖ്യം നൽകുന്ന, ബലഹീനമായതിനെ ശക്തിപ്പെടുത്തുന്ന, ദൈവകൃപ നിറയ്ക്കുന്ന, കൊഴുത്തതിനെയും സംരക്ഷിക്കുന്ന എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നീതിപൂർവം എല്ലാറ്റിനെയും പരിപാലിക്കുന്ന അങ്ങയുടെ അനന്തമായ പരിപാലനയ്ക്ക് മുമ്പിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈശോയെ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. ഈശോയെ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകളടയ്ക്കാം. ആട് നഷ്ടപ്പെട്ടത് അജ്ഞത, നാണയം നഷ്ടപ്പെട്ടത് സ്ത്രീയുടെ അശ്രദ്ധ, മകൻ നഷ്ടപ്പെട്ടത് അവൻ്റെ അഹങ്കാരം. ഈശോ പറയുന്നു 3 നഷ്ടങ്ങളെക്കുറിച്ച്. ആട് നഷ്ടപ്പെട്ടു പോയി, ആടിനറിയത്തില്ല, അതിരറിയത്തില്ല. രുചിഭേദങ്ങൾ നല്ലത് വേണമെന്ന് മാത്രമേ അതിനറിയൂ. കൂടുതൽ രുചി, കൂടുതൽ സന്തോഷം. പെണ്ണിന് നഷ്ടപ്പെട്ടത് നാണയം. വീട് അലങ്കോലപ്പെട്ട് കിടക്കുകയായിരുന്നുവെന്ന കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്. വീട് അലങ്കോലപ്പെട്ടാൽ പെണ്ണിനും വിശുദ്ധിയുടെ സ്വർണ്ണ നാണയം നഷ്ടപ്പെടും. അവൾ ചൂലെടുത്ത് വീട് മുഴുവൻ തൂത്തുവാരി വൃത്തിയാക്കിയപ്പം നഷ്ടപ്പെട്ടു പോയ നാണയം അവൾക്ക് തിരിച്ചു കിട്ടി. മകൻ നഷ്ടപ്പെട്ടത് അഹങ്കാരം. എൻ്റെ സ്വത്തിൻ്റെ പകുതിതാ. അവൻ കൊണ്ടുപോയത് സ്വത്തിൻ്റെ പകുതിയല്ല, അപ്പൻ്റെ ഹൃദയത്തിൻ്റെ പകുതിയാ. പക്ഷേ പന്നിമരവിയിലെത്തുമ്പോഴും അപ്പൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു സ്വർണ്ണ നൂല് പൊട്ടാതെ അവൻ്റെ ഹൃദയത്തിൽ ഉടക്കിക്കിടപ്പുണ്ടായിരുന്നു. അതെ, ദൈവം കരുതുന്നവൻ. ആ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ആരെയും എഴുതിത്തള്ളാൻ സമയമായിട്ടില്ല. തിരിച്ചു വരാനാകാത്ത വിധം ആരും അകന്നുപോയിട്ടില്ല. വീണ്ടെടുക്കാനാവാത്ത വിധം ആരും നഷ്ടപ്പെട്ടു പോയിട്ടുമില്ല. പിതാവിൻ്റെ ദീർഘക്ഷമയ്ക്ക് മുമ്പിൽ, കർത്താവിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനു മുമ്പിൽ നമുക്ക് പ്രത്യാശയോടെ സമർപ്പിക്കാം. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടാൻ വലിയ കൃപ നൽകണമേ കർത്താവേ. ശാന്തമായി ഇരുന്നു കൊണ്ട് പാടാം. നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. നിന്റെ ബലഹീനതകളെ നീ താലോലിക്കാതെ കർത്താവിൻ്റെ കൃപയുടെ നിറവിലേക്ക് വിട്ടുകൊടുക്കുക. ആ കരുതലിൻ്റെ സ്നേഹം അനുഭവിക്കുക.
കർത്താവ് സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻ കൃപയെ കീടണേ. പാടിക്കേ. കർത്താവ് സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻ കൃപയെ കീഴണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിയിടണേ. ഈശോയെ പാടിക്കേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. ലോകപാപ പിശാചെന്നെ തൊടുകയില്ല, യേശുനാമത്തിൽ. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. യേശുനാമത്തിൽ. ലോകപാപ പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എല്ലാവരും പാടിക്കേ. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇന്നലെ പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നവരൊക്കെ ഇന്ന് ഓർമ്മയിൽ പോലുമില്ല. ഗേറ്റിൽ പേരെഴുതിയവര്, വീട് പൊളിച്ചു പണിതവര്, വീണ്ടും വീണ്ടും കാർ വാങ്ങിയവർ, സ്ഥാനങ്ങളിൽ അലങ്കരിച്ചവർ, അതെ, സൗന്ദര്യം കൊണ്ടും ആഘോഷങ്ങൾ കൊണ്ടും ലോകത്തെ ഭ്രമിപ്പിച്ചവർ എവിടെയോ മാഞ്ഞുപോയി. എന്നാൽ എളിമയോടെ നിന്നവർ ഇത്തതയുടെ കൂടാരങ്ങളിൽ എന്നും സ്മരിക്കപ്പെടുന്നു. യുഗാന്ത്യം വരെ ഭൂമിയിലും ഓർക്കപ്പെടുന്നു. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായി ഇന്നു മന്നിൽ. എല്ലാവരും പാടിക്കേ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മഞ്ഞിൽ. എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ പൊന്നേശുവേ കൃപയാ. കർത്താവേ. എന്നാലും സാധു ഞാൻ സന്നിധി നിന്നതോ പൊന്നേശുവേ കൃപയാ. കരങ്ങൾ ഉയർത്തി അടിച്ച്. ലോകപാപ പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. യേശുനാമത്തിൽ. ലോകപാപ പിശാചെന്നെ തൊടുകയില്ല, യേശുനാമത്തിൽ. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, സന്തോഷത്തോടെ പാടിക്കേ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഞാനും എന്റെ കുടുംബവും അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, ശരീരമൊക്കെ അനങ്ങി പാടിക്കേ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. കരങ്ങൾ താഴ്ത്തിയടിച്ച്. എൻ്റെ കഴിവല്ല, എൻ്റെ അറിവല്ല, എൻ്റെ സമ്പത്തല്ല, എൻ്റെ യോഗ്യതയല്ല, ദൈവം എന്നെ നിർത്തിയതാണ്. ഏത് നിമിഷം വേണമെങ്കിൽ വീണു പോകാവുന്ന ഒരല്പപ്രാണിയാണ് ഞാൻ. നിർത്തിയതാണെന്നെ നിന്നതല്ല ഞാൻ, എത്ര സ്തുതിച്ചിടണം. എല്ലാവരും പാടിക്കേ. നിർത്തിയതാണെന്നെ നിന്നതല്ല ഞാൻ, എത്ര സ്തുതിച്ചിടണം. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ, എത്ര കാത്തിടണം. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ, എത്ര നാൾ കാത്തിടണം. കരങ്ങൾ ഉയർത്തിയടിച്ച്. ലോകപാപ പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപ പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. കരങ്ങൾ താഴ്ത്തിയടിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് ലോകത്തിന്റെ അറിവും ആസ്വാദനങ്ങളും എല്ലാം ആഘോഷിച്ചയാൾ അവസാനം ആ കണ്ണുകളെ കണ്ടു സ്നേഹം വിളിച്ചു പറഞ്ഞു, ഓ നിതാന്ത സൗന്ദര്യമേ, നിന്നെ അറിയുവാൻ ഞാൻ എത്ര വൈകിപ്പോയി. നിന്നിൽ ലയിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. അതെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഒരസ്വസ്ഥത, ഒരു ഇറ്റുനോവ്, ക്രിസ്തു എന്നിൽ വീണ്ടും ജനിക്കാൻ, എൻ്റെ മക്കളിൽ, എൻ്റെ തലമുറയിൽ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഒരു ക്രിസ്തു അനുഭവം, മിശിഹ അനുഭവം ഉണ്ടാകാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ചോദിക്കുന്നു, നീ കർത്താവിനെ കണ്ടോ? എങ്കിൽ നിന്റെ മുഖം എപ്പോഴും ആനന്ദത്തിലായിരിക്കും. കരങ്ങളടിക്കാം. ഒന്നിക്കും ഒരു നാൾ സ്വർഗ കൂടാരത്തിൽ വന്നിക്കും ഞാൻ അന്നാളിൽ. ഒന്നിക്കും ഒരു നാൾ സ്വർഗകൂടാരത്തിൽ വന്നിക്കും ഞാൻ അന്നാളിൽ. എന്നിനി പ്രിയന്റെ പൊന്മുഖം കാണും ഞാൻ,
നശയേറിടുന്നേ. എന്റെ കർത്താവിന്റെ മുഖം എന്നിനി പ്രിയന്റെ പൊന്മുഖം കാണും ഞാൻ എന്നശയേറിടുന്നേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ലോകപാപപിശാചിന്മേൽ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകവും പാപവും ലോകപാപപിശാചിന്മേൽ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ആത്മീയ ആനന്ദത്തിൽ പാടിക്കേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ലോകപാപപിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപപിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കുന്നു യേശുവേ. അത്യുന്നതന്റെ സംരക്ഷണത്തിലാണ് ഞാൻ, സർവശക്തന്റെ തണലിലാണ് ഞാൻ. എന്റെ കർത്താവിനോട് ഞാൻ എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. വിശ്വാസത്തോടുകൂടി ഈ സങ്കീർത്തനം നാം ഏറ്റുപറയാറുള്ളതാണ്. പക്ഷേ ഏറ്റുപറയുമ്പോൾ കിട്ടുന്ന വിശ്വാസം തുടർ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഞാൻ അത്യുന്നതന്റെ സംരക്ഷണത്തിലാണ്, ഞാൻ സർവശക്തന്റെ തണലിലാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ഓർത്ത്, മുറിഞ്ഞുപോയ ബന്ധങ്ങളെ ഓർത്ത്, തകർന്നുപോയ സ്വപ്നങ്ങളെ ഓർത്ത് വലിയ നെടുവീർപ്പോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ വലിയ സമൃദ്ധമായി ചൊരിയുന്നു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടയ്ക്കുന്നു. പുട്ടൻ ജേഷീൻ മനോഹരമായൊരു പുസ്തകം എഴുതി, വിവാഹിതരായവർക്ക് വേണ്ടി. 3 to get married. വിവാഹിതരാകാൻ 3 പേർ. അതെ, പുരുഷനും സ്ത്രീയും നിത്യമണവാളനായ ക്രിസ്തുവും ഉണ്ടെങ്കിൽ ആദ്യരാത്രിയുടെ സന്തോഷവും അനുഭവവും ആനന്ദവും സ്നേഹവും സ്വാന്തനവും കരുതലും പ്രോത്സാഹനവും എല്ലാം ജൂബിലി വാർഷികം ആഘോഷിക്കുമ്പോഴും കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ ക്രിസ്തു ഇടയിൽ വസിക്കുന്നവരാണെങ്കിൽ മക്കൾ കർത്താവിനോട് ചേർന്ന് നിൽക്കും. ഈശോ പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എൻ്റെ സ്നേഹത്തിൽ നിന്ന് നീ എത്രത്തോളം അകലുന്നുവോ അത്രത്തോളം ഞാൻ തന്നതെല്ലാം നിന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. കർത്താവ് ഒരു മാഗ്നറ്റാ, നമ്മളൊക്കെ പച്ചിരിമ്പ് കാന്തത്തോട് ചേർന്നിരിക്കുമ്പം പച്ചിരിമ്പിനൊരു കാന്തിക ശക്തി കിട്ടും. ചേർത്ത് പിടിക്കാൻ പച്ചിരിമ്പ് കാന്തത്തിൽ നിന്ന് അകലും തോറും ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. എത്രത്തോളം നാം കർത്താവിൽ നിന്ന് അകരുന്നുവോ അത്രത്തോളം കർത്താവ് തന്നതെല്ലാം അകന്നു പോവും. എത്രത്തോളം കർത്താവിനോട് നാം വീണ്ടും ചേർന്ന് നിൽക്കുന്നുവോ അത്രത്തോളം ദൈവം തന്നതെല്ലാം ചേർന്ന് നിൽക്കും. ദൈവം തരാത്തതൊക്കെ വിട്ടും പോവും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടാൻ. കർത്താവിൻ സ്നേഹത്തിൽ ഈശോയെ എന്നും വസിച്ചിടുവാൻ വലിയ കൃപ, വൻ കൃപയേകിടണേ. എല്ലാവരും പാടിക്കേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻ കൃപയേകിടണേ. ഭിന്നത, വിദ്വേഷം, വെറുപ്പ്, ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിയിടണേ. എല്ലാവരും ദാഹത്തോടെ പാടിക്കേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിയിടണേ. രണ്ട് കരങ്ങളും ഉയർത്തി, ലോകവും പാപവും പിശാചും എന്നെ വിട്ടുപോകട്ടെ. ലോകപാപപിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപപിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ
എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. രണ്ട് കരങ്ങളും ഉയർത്തി അകന്നുപോയവരെ ഓർത്തൊന്നുകൂടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ദൂരെ പഠിക്കാൻ പോകുന്ന കുഞ്ഞ് വിളിച്ചിട്ട് ഒരുപാട് കാലമായി. എന്തെങ്കിലും ചോദിക്കുമ്പോൾ തർക്കുത്തരം ആരംഭിച്ചിരിക്കുന്നു. എവിടെയാ നഷ്ടപ്പെട്ടു പോയത്? എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? അപ്പന്റെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ ഒരിക്കലും നഷ്ടപ്പെടില്ല. അപ്പന്റെ ഹൃദയത്തിലാണെങ്കിൽ, അമ്മയുടെ നെഞ്ചിൽ നിന്നാണ് ഇറങ്ങിപ്പോയതെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടില്ല. തിരിച്ചു വരും. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടാൻ, ഈശോയെ തിരിച്ചു കിട്ടാൻ ജോസഫും മേരിയും പോയതുപോലെ നമുക്ക് ദേവാലയത്തിലോട്ട് തിരിച്ചു നടക്കാം. ദേവാലയത്തിലോട്ട് തിരിച്ചു നടക്കാം. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ഈ ദേവാലയത്തിന്, ബലിപീഠത്തിന്, കർത്താവിന് വിട്ടുകൊടുക്കാം. ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോ പറയുന്നത് കേട്ടേ. ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരച്ചിൽ നിർത്തി കണ്ണുനീര് തുടക്കേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഫിയർ നോട്ട്, ഐ ആം വിത്ത് thee. ഭയപ്പെടേണ്ട മകനെ, മകളെ, ഭീരുത്വം മാറിപ്പോട്ടെ. ഞാൻ നിന്റെ ദൈവമല്ലേ. കുറ്റബോധവും നിരാശയും മാറിപ്പോട്ടെ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. പഴയ പാപത്തിന്റെ ഓർമ്മകൾ എല്ലാ മക്കളിൽ നിന്നും വിട്ടുപോകട്ടെ. കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം കൂടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ തകർച്ചയ്ക്കും എൻ്റെ തളർച്ചയ്ക്കും കാരണമായി സങ്കീർത്തകൻ എഴുതിയില്ലേ? സങ്കീർത്തകൻ എഴുതി, 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതി, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. എങ്കിലും രാവും പകലും അവിടുത്തെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. അതെ, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ. കർത്താവിൻ്റെ സന്നിധിയിൽ പഴയ ഓർമ്മകളെല്ലാം മാഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട്, എന്നെ കരുതുന്ന എൻ്റെ ദൈവം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായവരെ നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നെ കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. പരീക്ഷകൾ ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ അതെൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. പരീക്ഷകൾ ഞാൻ തേടിപ്പിടിക്കുന്നതാണെങ്കിൽ അത് നിരാശയിലേക്കും കുറ്റബോധത്തിലേക്കും പരാജയത്തിലേക്കും എന്നെ കൂട്ടിക്കൊണ്ടുപോകും. ദൈവം അനുവദിക്കുന്ന പരീക്ഷണങ്ങളെ നേരിടാനുള്ള ശക്തിയും കൃപയും ദൈവം തരും. കരങ്ങളടിച്ച് ഒരേ താളത്തിലടിച്ച് പാടാം. എനിക്കായി കരുതുന്നവൻ, ഈശോയെ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. എല്ലാരും പാടിക്കേ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. എന്നെ കൈവിടാത്തവൻ, എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെ, യേശുവൻ കൂടെയുണ്ട്. സന്തോഷത്തോടെ പാടിക്കേ. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. വിശ്വാസത്തോടെ പാടാം. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരുതിയിൽ വീഴും, ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അതെ, 3 ബാലന്മാർ അഗ്നിയിലേക്ക് വീഴുമ്പം അവർ വീണത് തീക്കകത്തോട്ടല്ല, ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ്. എരുതിയിൽ വീഴുന്ന അനുഭവങ്ങൾ, മരുഭൂമി അനുഭവങ്ങൾ കർത്താവ് എനിക്ക് അനുവദിച്ചാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്.
എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എല്ലാവരും പാടിക്കേ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. ഈശോ. വീഴുന്നത് തീയിലല്ല, എന്നേശുവിൻ കരങ്ങളില. വിശ്വാസത്തോടെ പാടാം. വീഴുന്നത് തീയിലല്ല, എന്നേശുവിൻ കരങ്ങളില. കരങ്ങൾ ഉയർത്തി അടിക്കാം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എല്ലാവരും പാടിക്കേ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ ഈശോ. പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എല്ലാവരും പാട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു, ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരായിടും? വാളോ, പട്ടിണിയോ, നഗ്നതയോ, കാരാഗൃഹമോ, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വിമോചിപ്പിക്കും? ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. എല്ലാവരും സ്വരമുയർത്തി പാടാം. ദൈവമെനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ വിശ്വാസത്തോടെ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. സംഭവിച്ചു കഴിഞ്ഞു. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ ഈ സ്വപ്നം കാണാൻ സംഭവിച്ചു കഴിഞ്ഞു. കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, വിശ്വാസത്തോടെ ചോദിക്കുക. നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഈശോയെ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമാം ശോധന, അലകടൽ കടക്കേണ്ടി വരും. ഞാൻ കടക്കുന്നത് കടലിലൂടെയല്ല, ദൈവത്തിന്റെ കരങ്ങളിലൂടെയാണ്. കുടുംബമാകുന്ന കപ്പലിളകും, ജീവിതമാകുന്ന കടൽ വിളകും, കുടുംബമാകുന്ന കപ്പൽ മുങ്ങാൻ തുടങ്ങും. അമരത്തിന്റെ കർത്താവുണ്ട്, ഞാൻ മറന്നുപോകുന്നു. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടത്തുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളില. വിശ്വാസത്തോടെ പ്രത്യാശയോടെ പാടിക്കേ. നടത്തുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പാടിക്കേ. പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഈശോയെ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, കണ്ണുകളടച്ച് എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. കർത്താവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് പാടാം. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. കുരിശെടുക്കുമ്പോൾ അവൻ എന്തിനെന്ന് ചോദിച്ചില്ല. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ മംഗളവാർത്ത പരിഹാരം അവന്റെ അമ്മയും ചോദിച്ചില്ല എന്തിനു വേണ്ടി. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ വ്യാകുലവാൾ ഏറ്റുവാങ്ങുമ്പോൾ പരിഹാരം എനിക്കായി കുരിശെടുക്കുമ്പോൾ അമ്മയും മകനും ഒന്നും ചോദിച്ചില്ല. എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, അവന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവമേ നന്ദി, ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി.